ഹായ് സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ട്രിഗണോമെട്രി എന്ന് കേട്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷനും ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനും നമുക്ക് ഒന്നിച്ച് പഠിക്കാവുന്നതാണ്. അപ്പം നമുക്കറിയാം ആകെ 6 ഫങ്ഷൻസ് ആണ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഉള്ളത്. ഫസ്റ്റ് ഫങ്ഷൻ സൈൻ ഫങ്ഷൻ. അപ്പം അതിൻ്റെ ഗ്രാഫാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. y = sin x എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആണ്. ഈ റേഞ്ചിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് y = sin ഇൻവേഴ്സ് x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞ -1 to 1 ആണ് ഇവിടെ ഇതിൻ്റെ ഡൊമൈൻ ആയിട്ട് ഉള്ളത്. ഇപ്പോൾ ഒരേ ഗ്രാഫിൽ തന്നെ നമ്മൾ സൈൻ എക്സിൻ്റെയും നമ്മൾ ആദ്യം വരച്ചത് ഇത് സൈൻ എക്സ് ആണ്. സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് ഇത്. അടുത്ത y ആക്സിസിലുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സ്, ഈ ഒരു ഗ്രാഫ്. അപ്പോൾ y = sin x ആൻഡ് y = sin ഇൻവേഴ്സ് എക്സിനെ നമ്മൾ ഒറ്റ ഗ്രാഫിൽ വരച്ചിരിക്കുന്നതാണ് ഇവിടെ. ഇപ്പോൾ y = x എന്ന് പറയുന്ന ഈ ഒരു ലൈനിന് സിമ്മട്രിക് ആയിട്ടാണ് ഈ ഒരു ഗ്രാഫ് ഉള്ളത്. നമുക്ക് രണ്ട് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ വളരെ എളുപ്പത്തിൽ ബാക്കി ഫങ്ഷൻസ് എല്ലാം പറഞ്ഞു പോവുകയാണ്. കോസ് ഫങ്ഷൻ്റെ ഗ്രാഫ്, ഇവിടെയും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആണ്. അവിടെയാണ് നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് ഫങ്ഷൻ്റെ ഗ്രാഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1. അടുത്ത ഫങ്ഷൻ ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് എക്സ്. ദ നെക്സ്റ്റ് ഫങ്ഷൻ കൊസീക്ക് എക്സ്. കൊസീക്ക് എക്സിൻ്റെ ഇൻവേഴ്സ് ആണ് അടുത്തത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. നെക്സ്റ്റ് സീക്ക് എക്സ്, അതിൻ്റെ ഇൻവേഴ്സ് ഫങ്ഷനായ സീക്ക് ഇൻവേഴ്സ് എക്സ്, അതിൻ്റെ ഗ്രാഫാണ് ഇത്. അടുത്തത് കോട്ട് ഫങ്ഷൻ്റെ ഗ്രാഫാണ്. കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ 6 ട്രിഗണോമെട്രി ഫങ്ഷൻ്റെയും 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻ്റെയും ഗ്രാഫുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഞാനിതിൻ്റെ ഡൊമൈനും റേഞ്ചും സൈൻ ഇൻവേഴ്സ് ഫങ്ഷൻ്റെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 π/2. നമുക്കറിയാം ഒരു ഫങ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ അത് 1/1/2 ആവണം. അപ്പോൾ നമ്മൾ സൈൻ ഫങ്ഷൻ്റെ ഡൊമൈൻ 6 ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് -π/2 π/2ലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ 1/1 ആയി 1/2 ആയി. അപ്പം നമുക്കവിടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ -1 to 1 ആൻഡ് ഇറ്റ്സ് റേഞ്ച്. ദിസ് റേഞ്ച് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. -π/2 π/2. കോസ് ഇൻവേഴ്സ് എക്സ് ഡൊമൈൻ -1 to 1, range closed interval 0π. cosec inverse x domain r minus open interval -1 1, range closed interval -π/2 π/2 minus set 0. അതായത് ഈ ഒരു ഇൻ്റർവലിൽ നിന്നും 0 എന്ന എലമെൻറ്റ് നമ്മൾ മാറ്റി വച്ചിരിക്കുകയാണ്. Then sec inverse x domain r minus open interval -1 to 1, range closed interval 0π minus set π/2. ഇവിടെ നമ്മൾ 0π എന്നുള്ള ഇൻ്റർവലിൽ നിന്നും π/2 എന്ന എലമെൻറ്റിനെ നമ്മൾ ഒഴിവാക്കുകയാണ്. കാരണം സീക്ക് എക്സ് എന്ന് പറയുന്നത് 1/cos x ആണ്. cos x 0 ആവുന്ന വാല്യൂ ആണ് ഈ π/2. അപ്പോൾ 1/cos x
എന്ന് പറഞ്ഞാൽ 1/cos π/2 നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു കേസ് ഒഴിവാക്കാനാണ് നമ്മൾ സീക്ക് ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ നിന്നും π/2 നമുക്ക് ഒഴിവാക്കുന്നത്. ദെൻ tan ഇൻവേഴ്സ് എക്സ് ഡൊമൈൻ ആർ, റേഞ്ച് ഓപ്പൺ ഇൻറ്റർവൽ -π/2 π/2. cot ഇൻവേഴ്സ് എക്സ് ഡൊമൈൻ ആർ, റേഞ്ച് ഓപ്പൺ ഇൻറ്റർവൽ 0 π. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, എല്ലാ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ ഫംഗ്ഷൻ്റെയും വാല്യൂ ഈ ഒരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനുള്ളിൽ വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2. അപ്പം നമ്മൾ ചെയ്യുന്നത് ലെറ്റ് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് √3/2 എന്ന് എടുക്കും. നമുക്ക് വൈയുടെ വാല്യൂ ഇനി കണ്ടുപിടിച്ചാൽ മതി. ഫ്രം ദിസ് കോസ് y ഈക്വൽ ടു √3/2. then we know that cos π/6 equal to √3/2. Therefore, we can write cos y equal to cos π/6. Therefore, y equal to π/6. Since this value belongs to the closed interval 0 π. That is the principal branch of cos inverse x. 0 to π എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മുതൽ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കോസ് ഫംഗ്ഷൻ പോസിറ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് y ഈക്വൽ ടു π/6 ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂ നമുക്ക് കിട്ടി. ദാറ്റ് ബിലോങ്സ് ടു ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. Therefore, cos inverse of √3/2 equal to π/6. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് cot inverse of -1/√3. Let y equal to cot inverse of -1/√3. From this, cot y equal to -1/√3. ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 1/√3 വരുന്ന കോട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ദറ്റ് ഈസ് cot π/3 ഈക്വൽ ടു 1/√3. ആൻഡ് ഓൾസോ വി നോ ദ റിസൾട്ട് cot π-x ഈക്വൽ ടു -cot x. It is cot π-x equal to -cot x. The second quadrant, cot is negative. And in this equation, put x equal to π/3. We get cot pi minus x ന് പകരം കൊടുക്കുന്നത് π/3 equal to minus cot π/3. Simplifying, cot 3pi minus π/3 equal to minus 1/√3. Because we know the value of cot π/3 equal to 1/√3. Thus we get cot 2pi/3 equal to minus 1/√3. That's the second equation. And the first equation we get cot y equal to minus 1/√3. And from the second equation it is cot 2pi/3 equal to minus 1/3. Then equating the left hand sides, we get cot y equal to cot 2pi/3. And this 2pi/3 belongs to the principal value branch of cot inverse x. That is open interval 0 pi. That is y equal to 2pi/3. Or we can write cot inverse of minus 1/√3 equal to 2pi/3. Then come to the next question. Here also, find the principal value of sin inverse of minus 1/2. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് -π/2 മുതൽ π/2 വരെയാണ്. അതിനാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഫോർത്ത് ക്വാഡ്രൻറ്റും. ഇവിടെ തന്നിരിക്കുന്ന സൈൻ ഇൻവേഴ്സ് എക്സ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ലെറ്റ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2, സൈൻ y ഈക്വൽ ടു -1/2.
അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ക്വാർട്ടറിൽ സൈൻ ഫംഗ്ഷൻ പോസിറ്റീവാണ്, ഫോർത്തിലാണ് സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവായിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് സൈൻ പൈ ബൈ 6 ഈക്വൽ ടു 1/2. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ 0 മുതൽ -π/2 വരെയാണ് വാല്യൂ വരുന്നത്. ദെൻ വി യൂസ് അനദർ റിസൾട്ട് സൈൻ -x ഈക്വൽ ടു -sin x. Put x equal to π/6. That is sin minus π/6 equal to minus sin π/6. That's equal to minus sin π/6 equal to 1/2. Thus we get sin minus π/6 equal to minus 1/2. Here also sin y equal to minus 1/2. From this we can write sin y equal to sin minus π/6. Therefore y equal to, that is minus π/6. That belongs to the closed interval minus π/2, π/2. One more question. Find tan inverse 1 plus cos inverse of minus 1/2 plus sin inverse of minus 1/2. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എന്ന് കൊടുക്കുന്നു. ടാൻ y ഈക്വൽ ടു 1 ആൻഡ് വി നോ ദാറ്റ് ടാൻ π/4 ഈക്വൽ ടു 1. Therefore y ഈക്വൽ ടു π/4. That belongs to minus π/2, π/2. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. നെക്സ്റ്റ് ഫംഗ്ഷന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2, കോസ് എക്സ് ഈക്വൽ ടു മൈനസ് 1/2. Therefore cos π/3 ഈക്വൽ ടു 1/2. നമ്മൾ മൈനസ് ആയതുകൊണ്ട് നമുക്ക് 1/2 കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കോസ് π/3 ആണ്. അപ്പോൾ ഇതിൻ്റെ കോസ് ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് 0π ആണ്. അപ്പോൾ നമ്മളിവിടെ റിസൾട്ട് ഉപയോഗിക്കുകയാണ്. കോസ് പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ദെൻ പുട്ട് എക്സ് ഈക്വൽ ടു π/3. Therefore cos പൈ മൈനസ് π/3 ഈക്വൽ ടു മൈനസ് കോസ് π/3. അത് ഈ ഇക്വേഷനിൽ നമ്മൾ എക്സിന് പകരം π/3 കൊടുത്തിട്ട് കിട്ടിയതാണ് ഈ ഒരു ഇക്വേഷൻ. സിംപ്ലിഫൈ ചെയ്യുമ്പം 3π മൈനസ് പൈ 2π/3 ഈക്വൽ ടു മൈനസ് കോസ് π/3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. മൈനസ് 1/2. Therefore we get cos x equal to minus 1/2 and also cos 2π/3 equal to minus 1/2. Therefore x equal to 2π/3. That belongs to the principal value branch 0π. നമ്മുടെ മൂന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ z ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2. അതായത് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ z എന്ന് കൊടുക്കുകയാണ്. ദെൻ സൈൻ z ഈക്വൽ ടു മൈനസ് 1/2. നമ്മൾ തൊട്ട് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 ഈക്വൽ ടു മൈനസ് π/6. ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് π/6. അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കുന്നതാണ്. ദെൻ കം ടു ദ ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് π/4 ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 2π/3. ഈ രണ്ട് വാല്യൂ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. π/4 പ്ലസ് 2π/3 മൈനസ് ഈ വാല്യൂ π/6. ദെൻ ടേക്കിംഗ് ദ LCM as 12. 12 ഇവിടെ കിട്ടണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ 3π. ഇവിടെ 12 കിട്ടണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 2π 8π. ഇവിടെ 12 കിട്ടണമെങ്കിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore here it is also 2π. 3π plus 8π 11π minus 2π equal to 9π divided by
12. Simplifying, we get the answer as 3 pi by 4. ഇതിലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 pi by 5. നമ്മൾ സാധാരണ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നെഴുതും. സ്വാഭാവികമായിട്ട് നമ്മൾ എന്നെഴുതും 3 pi by 5. But 3 pi by 5 is not belongs to the principal value branch of sin inverse x, that is not belongs to minus pi by 2, pi by 2. ഈ ഒരു ഇൻ്റർവെല്ലല്ല ഈ വാല്യൂ ഉള്ളത്. അപ്പം നമുക്ക് വേണ്ടത് എപ്പോഴും പ്രിൻസിപ്പൽ വാല്യൂ ആണ്. അപ്പം നമ്മൾ സൈൻ 3 pi by 5 ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതാണ്. സൈൻ 3 pi by 5 ഈക്വൽ ടു സൈൻ pi minus 3 pi by 5 because sin pi minus x equal to sin x. Then 5 pi minus 3 pi, 2 pi by 5. Then we get sin 3 pi by 5 equal to sin 2 pi by 5. Therefore, sin inverse of sin 3 pi by 5 equal to sin inverse of sin 2 pi by 5. Then we can use the formula sin inverse of sin x equal to x. That's equal to 2 pi by 5. That belongs to the principal value branch minus pi by 2, pi by 2. അപ്പോൾ നമ്മളിതിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഓരോ ഫംഗ്ഷൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ തന്നെയാണോ ഇത് വരുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ആ ക്വാഡ്രൻ്റ് എടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓരോന്നിൻ്റെയും നമുക്ക് ക്വാഡ്രൻസ് എടുത്ത് വാല്യൂസ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസും ഇതിൻ്റെ ചെയ്തു നോക്കുക. വീണ്ടും നമുക്ക് കാണാം.